ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നും നാസയുടെ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോയ ബോയിംഗ് സ്റ്റാർലൈനർ പേടകം തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ബഹിരാകാശ സഞ്ചാരികൾ ഇല്ലാതെ തന്നെ തിരികെ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചതായിട്ടുള്ള പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ നിന്നും വളരെ ഭയാനകവും വിചിത്രവുമായ ശബ്ദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പേടകത്തിന്റെ ചില തകരാറുകളും വാതക ചോർച്ചയും കാരണം നിലവിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഈ പേടകത്തിൽ തന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതായത് ഈ പേടകത്തിൽ, അതായത് ഇത്തരം തകരാറുള്ള ഈ പേടകത്തിലാണ് ഇവർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് പൊട്ടിത്തെറിക്കാമെന്ന് പോലും ശാസ്ത്രലോകം ഏറെ പേടിച്ചിരുന്നു. ഇപ്പോഴത്തെ സ്റ്റാർലൈനർ പേടകം ബഹിരാകാശ സഞ്ചാരികളൊന്നുമില്ലാതെ തന്നെ ഭൂമിയിലേക്ക് എത്തുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. ഇന്ന് രാവിലെ 9:34 പേടകം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ ലാൻഡ് ചെയ്യുമെന്നാണ് വിവരങ്ങൾ. മടക്കയാത്രയ്ക്ക് 6 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് ശാസ്ത്ര സംഘം അറിയിച്ചിരിക്കുന്നത്. സ്റ്റാർലൈനർ അൺഡോക്ക് ചെയ്ത് ഭൂമിയിലെത്തുന്ന സമയം വരെയുള്ള അപകട സാധ്യതകളടക്കം നാസ ഇപ്പോഴും വിലയിരുത്തുകയാണ്. അതായത് നിലവിൽ പേടകത്തിൽ നിന്ന് യാത്ര തിരിച്ച സുനിത വില്യംസും ബെച്ച് വിൽമോറും ഇല്ലാതെയാണ് സ്റ്റാർലൈനർ പേടകം ഇപ്പോൾ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരുകയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 6-നാണ് സ്റ്റാർലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള സ്റ്റാർലൈനർ പേടകത്തിന്റെ ആദ്യത്തെ ദൗത്യം തന്നെയായിരുന്നു ഇത്. ബഹിരാകാശ നിലയത്തിൽ നിന്നും ജൂൺ 13 പേടകത്തിനൊപ്പം തന്നെ സുനിത വില്യംസും ബെച്ച് വിൽമോറും മടങ്ങിയെത്തും എന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഹീലിയം ചോർച്ചയും സാങ്കേതിക പ്രശ്നങ്ങളുമൊക്കെ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരുടെ യാത്ര ഇപ്പോഴും നീണ്ടു പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ചെറിയ ചോർച്ചയുണ്ടായപ്പോൾ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്നായിരുന്നു ശാസ്ത്രലോകവും കരുതിയിരുന്നത്. എങ്കിലും ലിഫ്റ്റ് ഓഫിന് ശേഷം 4 കൂടി ഹീലിയം ചോർച്ച കണ്ടെത്തുകയായിരുന്നു. ഇതോടെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിയാണ് സുനിത വില്യംസും ബെച്ച് വിൽമോറിനെയും സ്റ്റാർലൈനറിൽ തിരികെ എത്തിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് നാസ എത്തിയത്. തുടർന്ന് വരുന്ന ഫെബ്രുവരിയിൽ തന്നെ സ്പേസ് എക്സ് പേടകത്തിൽ ഇരുവരെയും ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നാസ പദ്ധതിയിടുന്നത്. അതേസമയം ജൂൺ 5-നായിരുന്നു നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ബഹിരാകാശ നിലയത്തിലെത്തിയത്. മനുഷ്യരെ വഹിച്ചുള്ള പേടകത്തിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇത്. എന്നാൽ യാത്രയ്ക്കിടെ ഉണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ തകരാറുമൊക്കെ കാരണം ദിവസങ്ങൾ മാത്രം കണക്കാക്കിയിരുന്ന ദൗത്യം പിന്നീട് മാസങ്ങളോളം നീളുകയായിരുന്നു. സെപ്റ്റംബർ 6-ന് സ്റ്റാർലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വിടുമെന്ന് തന്നെയായിരുന്നു നാസ അറിയിച്ചിരുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാലാവസ്ഥയോ കാരണം ഇതിൽ മാറ്റം വന്നേക്കാമെന്നും അറിയിച്ചിരുന്നു. എന്തായാലും പേടകം അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. തകരാറുള്ള ഈ പേടകത്തിൽ ബഹിരാകാശ സഞ്ചാരികളെ തിരികെ എത്തിക്കുന്നത് ഏറെ ഭീഷണിയാകും എന്നതിനാൽ തന്നെയാണ് സുനിത വില്യംസും ബെച്ച് വിൽമോറും ഇല്ലാതെ പേടകം തിരിച്ചിറക്കുന്നത്. സഞ്ചാരികളെ ഫെബ്രുവരിയിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ വരുന്ന സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ പേടകത്തിൽ തിരിച്ചെത്തിക്കുമെന്നാണ് വിവരങ്ങൾ. സെപ്റ്റംബർ 6-ന് ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുകയായിരുന്നു. 6 മണിക്കൂറിന് പിന്നാലെ ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ പാരച്യൂട്ടുകളുടെ സഹായത്തോടെയായിരിക്കും പേടകം ഭൂമിയിലേക്ക് ഇറങ്ങുക. ഇപ്പോൾ സ്റ്റാർലൈനറിന്റെ സർവീസ് മോഡ്യൂളിനാണ് പ്രശ്നങ്ങളുള്ളത്. പേടകത്തിന്റെ സഞ്ചാരപാതയുടെ മൊത്തം നിയന്ത്രണവും ഈ സർവീസ് മോഡ്യൂളിനാണ്. ത്രസ്റ്ററുകൾ, ഊർജ്ജം എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇതിലുണ്ട്. ജൂണിൽ സ്റ്റാർലൈനറിൽ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കിടെ 5 ത്രസ്റ്ററുകൾ തകരാറിലാവുകയായിരുന്നു. തിരിച്ചു വരുന്നതിനിടെ കൂടുതൽ ത്രസ്റ്ററുകൾ പരാജയപ്പെടുമോ എന്നായിരുന്നു ആശങ്ക. അങ്ങനെ സംഭവിച്ചാൽ ഭൂമിക്കും ബഹിരാകാശ നിലയത്തിനുമിടയിൽ പേടകം ബഹിരാകാശത്ത് നിശ്ചലമാകും. 96 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജനും ഊർജ്ജവും മാത്രമേ ഈ പേടകത്തിലുള്ളൂ. പേടകത്തിന്റെ താഴെയാണ് സർവീസ് മോഡ്യൂളുള്ളത്. തിരിച്ചിറങ്ങുന്ന സമയത്ത് പേടകത്തിന്റെ വേഗവും ചരിവും നിയന്ത്രിക്കുന്നതും ഈ മോഡ്യൂളാണ്. ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ പേടകത്തിന്റെ ചരിവ് കുറഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ പ്രവേശിക്കാതെ ഭ്രമണപഥത്തിൽ നിന്ന് തെന്നിമാറിപ്പോയേക്കും. ഇനി ചരിവ് കൂടിയാലാകട്ടെ അന്തരീക്ഷവുമായുള്ള കർഷണം വർദ്ധിക്കുകയും പേടകം കത്തിയമർന്ന് സഞ്ചാരികളുടെ ജീവൻ തന്നെ നഷ്ടമാകുന്നതിന് വഴി വെച്ചേക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പേടകത്തിൽ ബഹിരാകാശ സഞ്ചാരികളെ ഉൾപ്പെടുത്താതെ പേടകം മാത്രമായി ഭൂമിയിലേക്ക് ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്.
എന്തായാലും തകരാർ തുടരുന്ന സാഹചര്യത്തിൽ ബഹിരാകാശ സഞ്ചാരികളുടെ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമം നടത്താതെ തന്നെയാണ് നാസ ഇപ്പോൾ പേടകം ഭൂമിയിലേക്ക് ഇറക്കുന്നത്. 9:34 പേടകം ഭൂമിയിൽ ഇറങ്ങുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. വെറും 8-10 ദിവസത്തെ ദൗത്യത്തിനായിട്ടായിരുന്നു ബഹിരാകാശ നിലയത്തിലേക്ക് പോയ നാസയുടെ 2 ബഹിരാകാശ സഞ്ചാരികൾ ഇപ്പോൾ മാസങ്ങളിലേറെയായി നിലയത്തിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതായത് ബോയിങ് വികസിപ്പിച്ച ബഹിരാകാശ പേടകത്തിന്റെ തകരാറ് കാരണമായിരുന്നു ഇവർ ഇരുവർക്കും നിലയത്തിൽ കുടുങ്ങി പോകേണ്ടി വന്നത്. ഈ പേടകത്തിൽ നിന്ന് ഒരു തിരിച്ചുവരവിന് ഇരുവരും ശ്രമിച്ചാൽ അത് ജീവന് തന്നെ ഭീഷണിയാകും എന്ന് കണ്ട് തന്നെയാണ് ഇപ്പോൾ പേടകം മാത്രമായി ഭൂമിയിലേക്ക് ഇറക്കുന്നത്. തുടർന്ന് ബഹിരാകാശ സഞ്ചാരികളെ ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് എത്തിക്കുമെന്നാണ് വിവരങ്ങൾ. അതായത് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അത്രയേറെ ഭീകരത നിറഞ്ഞൊരു തിരിച്ചുവരവ് വേണ്ട എന്ന് തന്നെ നാസ പറയുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.